ഒരുപാട് ധൃതി വെക്കല്ലേ. നമ്മുടെ ഫൈറ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ശരി, നിനക്ക് ഞാനിപ്പോ ഒരു നല്ല പാഠം പഠിപ്പിച്ചു തരാം. സൺസിറ്റിയെ രക്ഷപ്പെടുത്താൻ വന്നതല്ലേ, ആദ്യം നീ രക്ഷപ്പെടാൻ നോക്ക്. വെള്ളം മൊത്തം ഞാൻ നശിപ്പിച്ചിരിക്കും. വാട്ടർ എക്സ് തൊട്ടതെല്ലാം അതിഭയങ്കര പ്രശ്നത്തിൽ കാലാ. കീക്കോ, നീ ഇപ്പോ റെഡിയാണോ ഈ ബ്രിക്സിനെ അതിന്റേതായ സ്ലോട്ടിൽ ഫിക്സ് ചെയ്യാനായിട്ട്? യെസ്, ബ്രിങ് ഇറ്റ് ഓൺ. കാലക്ക് കീക്കോ, റെഡ് ബ്രിക്സ് ഒക്കെ റെഡ് വാളിൽ ചെന്ന് ഫിക്സ് ആയിരിക്കുന്നു. അതുപോലെ യെല്ലോ ബ്രിക്സ് യെല്ലോ വാളിൽ ചെന്ന് ഫിക്സ് ആയിരിക്കുന്നു. കിക്ക് ചെയ്യുന്നത് പോലെ ടാർഗറ്റ് ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിന് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ പെർഫെക്റ്റ് എയിം. സാധാരണ പെർഫെക്റ്റ് അല്ല, സൂപ്പർ ഡൂപ്പർ സൂപ്പർ പെർഫെക്റ്റ്. ഇപ്പൊ അതിനു വേണ്ടിട്ട് പെർഫെക്റ്റ് റൗണ്ട് വേഫേഴ്സ് കഴിച്ചോട്ടെ. പക്ഷെ കീക്കോ, ഈ കഠിനമായ പ്രാക്ടീസിന്റെ പോയിന്റ് എന്താണ്? ഇതിന്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ട്വിങ്കിൾ ആൻഡ് ഡോഡോ, കിക്കിൽ പവർ ഉണ്ട്. ഏറ്റവും പ്രധാനം ശ്രദ്ധയാണ്. അതായത് ഒരിക്കലും ഉന്നം പിഴക്കരുത്. ഓരോ പ്രാവശ്യവും ആരെങ്കിലും അടിക്കാൻ മാത്രമല്ല, പക്ഷേ സ്വയം രക്ഷപ്പെടാനും ഇത് യൂസ് ചെയ്യണം. നീ പറഞ്ഞ വളരെ ശരിയാ. ഷടാ, എന്റെ ദൈവമേ, അതെന്താ സംഭവം? R7 ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. വാട്ടർഫാളിലുള്ള വെള്ളം പിങ്ക് കളറായി മാറുകയും ചെയ്തു. തീർച്ചയായും എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അന്വേഷിക്കാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. വാവ്, ഇതെന്താ പിങ്ക് കളർ വെള്ളമോ? കാണാൻ നല്ല രസമുണ്ട്. സൂപ്പർ സ്പീഡോ, ഇത് സന്തോഷിക്കേണ്ട സമയമല്ല, ചിന്തിക്കേണ്ട സമയാ. ഈ പിങ്ക് വെള്ളത്തെ കുറിച്ച് അന്വേഷിക്കണം. ഫോർമുല നമ്പർ 14 അപ്ലൈ ചെയ്യ്. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 14. ഈ വെള്ളത്തിൽ വളരെ വ്യത്യസ്തനായ ബാക്ടീരിയയുണ്ട്. അതിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് ആരോ ആ ബാക്ടീരിയ വെള്ളത്തിൽ കലർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു പ്രശ്നം വരാനിരിക്കുകയാണ്. നമ്മൾ ഉടൻ തന്നെ ഈ കാര്യം ഡോക്ടർ ആവിഷ്കാർ സെന്നിനെ അറിയിക്കണം. തീർച്ചയായും അദ്ദേഹത്തിന് ഈ ബാക്ടീരിയയെ കുറിച്ച് എന്തെങ്കിലും അറിയായിരിക്കും. സൂപ്പർ സ്പീഡോ, വേഗം വാ, ഡോക്ടർ സെന്നിന്റെ ലാബിലേക്ക് പോകാം. ഓക്കേ ബ്രോ, ലെറ്റ്സ് ഗോ. എങ്ങനെയാ ഈ വെള്ളം പിങ്ക് കളറായി മാറിയത്? റോൾ നമ്പർ 4? അറിയില്ല റോൾ നമ്പർ 20. ഒരുപക്ഷെ ഇത് വല്ല മാജിക് ട്രിക്കും ആയിരിക്കും. മാജിക് ഡ്രിങ്ക്? ഈ ഡ്രിങ്ക് കുടിച്ചാൽ ചിലപ്പോ നമുക്ക് രണ്ടുപേർക്കും വല്ല പവറും കിട്ടുമായിരിക്കും. ശരി, വാ നമുക്ക് കുടിച്ചു നോക്കാം. ചിലപ്പോ നീ പറഞ്ഞ പോലെ വല്ല മാജിക് പോഷൻ നമുക്ക് കിട്ടുകയാണെങ്കിലോ? ലൈഫിൽ ആദ്യമായിട്ടാണ് ബുദ്ധിപൂർവമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തോ? അത് ഞങ്ങളോ? ആ, ഈ മാജിക് ഡ്രിങ്ക് കൊണ്ടുവന്നിരിക്കല്ലേ. നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ മാജിക് ഡ്രിങ്ക് ഇങ്ങ് താ. അത് കുടിക്കാൻ പോകുന്ന നീയല്ല, ഞാനാ. എനിക്കിതാ. ഭാഗ്യത്തിന് കീക്കോയും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ മാജിക് ഡ്രിങ്ക് കുടിച്ചിട്ട് ഇന്ന് ഞാൻ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. ടോണി, നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? എടുത്തുചാടി മാജിക് ഡ്രിങ്ക് ഒരുപാടങ്ങ് കുടിച്ചു. ടോണി ബോസിന്റെ വയറ് പൊട്ടാറായി. ചേടാ, എന്റെ ദൈവമേ, ആ ബോട്ടിലിനകത്തും പിങ്ക് കളർ വെള്ളമാണല്ലോ ഉള്ളത്.
സൂപ്പർ സ്പീഡോ, ടോണിയുടെ കണ്ടീഷൻ ഇപ്പൊ വളരെ മോശമാണ്. നീ ഉടനെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്ക. ഷുവർ ബ്രോ. ഞാനും ടിങ്കിളും ഡോഡോയും ഈ ബോട്ടിലിന്റെ സാമ്പിൾ എടുത്തോണ്ട് ഡോക്ടർ ആവിഷ്കാർ സെന്നിനെ കാണാൻ പോവാ. ഒന്ന് നിൽക്ക. അത് ശരി, കുടിക്കല്ലെന്ന് പറഞ്ഞ് തന്നിട്ട് എനിക്കെന്തിനാ ഈ സർബത്ത് തന്നത്? നിങ്ങളുടെ കയ്യിലുള്ളത് സർബത്തല്ല. നിങ്ങൾ ഒരു കാര്യം മറന്നോ, ആ വെള്ളം കുടിക്കാനല്ല തന്നത്, ചെക്ക് ചെയ്യാനാ തന്നെ. ഇത് കുടിച്ചത് കൊണ്ടാ ടോണിക്ക് വയറുവേദന ഉണ്ടായത്. എന്റെ ഈശ്വര, അത് ശരിയാണല്ലോ. ഞാൻ ഇപ്പോഴാ ഓർത്തത്, അല്ലെങ്കിൽ ഇപ്പോ വലിയ പ്രശ്നമായി തീരുമായിരുന്നു. എന്റെ ഈശ്വര, ഈ വെള്ളത്തിൽ അതിഭയങ്കര ബാക്ടീരിയാസ് ആണ് ഉള്ളത്. ഇതുപോലുള്ള ബാക്ടീരിയാസ് ഞാൻ എന്റെ ലൈഫിൽ വെച്ച് ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഈ വെള്ളം കുടിക്കാൻ പാടില്ല അല്ലേ? ഇതിൽ ഒരുപാട് ബാക്ടീരിയാസ് കലർന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കണ്ടാമിനേറ്റഡ്. ആഹാരത്തിൽ മലിനീകരണം, കാറ്റിൽ മലിനീകരണം, ഇപ്പോൾ വെള്ളത്തിലും മലിനീകരണം. കലക്കി സാറേ, എന്തൊരു നല്ല പോയിന്റ് ആയി പറഞ്ഞേ. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സാർ. പക്ഷേ ജൂനിയർ ഡിറ്റക്റ്റീവ് അങ്കിൾ, ആദ്യം അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് പറയൂ. ജെറ്റ് പെൻ സാർ പറഞ്ഞു വരുന്നത് സൺ സിറ്റിയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ പോലും വെള്ളം പിങ്ക് കളറായിട്ടാണ് വരുന്നത്. ഷെടാ എന്റെ ദൈവമേ, അപ്പൊ ജനങ്ങൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ഉണ്ടാവില്ലേ? ഡോക്ടർ ആവിഷ്കാർ സെൻ അങ്കിൾ, ഈ ബാക്ടീരിയയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അതുമല്ല, ഈ വെള്ളം നമ്മൾ ഇനി എങ്ങനെയാ ശരിയാക്കുക? പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ കിട്ടിപ്പോയി. ഈ ബാക്ടീരിയയെ വാട്ടർ എക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ഇതിനുള്ള ആന്റിഡോട്ട് ഞാൻ വാട്ടർ എക്സിനോടൊപ്പം ചേർന്നാണ് ഉണ്ടാക്കിയത്. അത് കൊള്ളാം. എന്നുവെച്ചാ ഈ വെള്ളം ശരിയാവുന്ന അർത്ഥം അല്ലേ? ആ ആന്റിഡോട്ട് എവിടെയാ? അവിടെയാണ് പ്രശ്നം. അതെനിക്ക് ശരിക്കും ഓർമ്മയില്ലെന്നേ. സൺസിറ്റിയുടെ മെയിൻ വാട്ടർ സോഴ്സ് ആണ് സൺസിറ്റിയിലെ റിവർ. എന്നുവെച്ചാ അടുത്ത അറ്റാക്ക് അവിടെ തന്നെ ആയിരിക്കും സംഭവിക്കുക. നമ്മൾ ഉടൻ തന്നെ ആ സ്പോട്ടിലേക്ക് ചെന്നേ പറ്റൂ. അയ്യോ, നമ്മുടെ ടോട്ടൽ സിറ്റിയിലെ വെള്ളവും പിങ്ക് കളർ ആയി പോയി. ഇനി ബാക്കിയുള്ളത് ഈ ഒരു റിവർ മാത്രമാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ വേറെ ആരും തന്നെ ഈ വെള്ളത്തിൽ വന്ന് ബാക്ടീരിയ കലക്കാനൊന്ന് ആലോചിക്കും. രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഈ വെള്ളം ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ വാട്ടർ എക്സ് ഈ വെള്ളത്തിൽ ബാക്ടീരിയ കലർത്താൻ തീർച്ചയായും എത്തും. വെള്ളത്തിന്റെ ക്വാളിറ്റി മൊത്തം ഞാൻ നശിപ്പിച്ചിരിക്കും. വാട്ടർ എക്സ് തൊട്ടതെല്ലാം അതിഭയങ്കര പ്രശ്നമായി കലാശിക്കും. ഒരുപക്ഷെ നിനക്ക് സൺസിറ്റിയിലെ വെള്ളം നശിപ്പിക്കരുതെന്ന് തോന്നിയാൽ ഒരുപാട് കാശ് റെഡിയാക്കി എന്റെ അടുത്ത് കൊണ്ടുവന്ന് താ. അയ്യോ, നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിച്ചു തന്നേക്കാം. നിങ്ങളുടെ തീരുമാനം എന്താ മേയർ? കാശ് കൊണ്ടുവരാൻ പോകുന്നോ അതോ ഇവിടെയുള്ള വെള്ളത്തിൽ ഞാൻ ബാക്ടീരിയ മിക്സ് ചെയ്യട്ടെ? പിന്നെ നിങ്ങൾക്കാർക്കും ഈ വെള്ളം കുടിക്കാനും പറ്റില്ല, കുളിക്കാനും പറ്റില്ല. വെള്ളം തേടി നിങ്ങൾ എല്ലാവരും അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരും. ഈ വാട്ടർ എക്സിന്റെ ലക്ഷ്യം തന്നെ അത് തന്നെയാണ്. ഈ വെള്ളം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന ഞങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്? സ്മാർട്ട് ഗേൾ. എങ്കിലും ഒരു കാര്യം ചെയ്യ് മേയർ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോളൂ, പക്ഷെ വെള്ളത്തിന് മാത്രം അത് ഉടനെ ശരിയാക്കി തരൂ. പ്ലീസ്, ഒരിക്കലും അറ്റാക്ക് ചെയ്യരുത്. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ പേടി തോന്നുന്നു. രക്ഷിക്കണേ. വാട്ടർ എക്സ്, നീ ഈ വെള്ളം ഇങ്ങനെ അശുദ്ധമാക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ഇങ്ങനെ ചെയ്താൽ കുടിക്കാൻ ജനങ്ങൾക്ക് ഒരിറ്റു വെള്ളം പോലും ഉണ്ടാവില്ല. നീ പ്ലീസ് ആന്റിഡോട്ട് ഉപയോഗിച്ച് ഈ വെള്ളം ഒന്ന് ശരിയാക്ക. നീ ഇപ്പൊ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. പക്ഷെ നിന്റെ ഈ അഡ്വൈസ് ഒന്നും എന്റെ അടുത്ത് നടക്കില്ല മോനെ. കീക്കോ റൈറ്റിന് വേണ്ടി റോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കും. എന്നാ ശരി കീക്കോ, നിന്റെ സൺസിറ്റി നീ എങ്ങനെ രക്ഷിക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പോവാ. വെള്ളം മൊത്തം ഞാൻ നശിപ്പിച്ചേ അടങ്ങൂ. വാട്ടർ എക്സ് തൊട്ടതെല്ലാം അതിഭയങ്കര പ്രശ്നത്തിൽ കലാശിച്ചേ അടങ്ങൂ. ഡോണ്ട് വറി, ഞാൻ ചെന്ന് ആന്റിഡോട്ട് എടുത്തോണ്ട് വരാം. ബഡി, നീ വേഗം വാട്ടർ എക്സിനെ ഫോളോ ചെയ്യേ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 7. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 7.
സൂപ്പർ സ്പീഡോ, നമ്മൾ എങ്ങനെയെങ്കിലും ആ വാട്ടർ എക്സിനെ പിടിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആന്റിഡോട്ട് കിട്ടൂ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 102. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 102. എനിക്കിപ്പോ തല കറങ്ങുന്നത് പോലെയുണ്ട്. ഇതങ്ങനെ കണ്ടിന്യൂ ആയാൽ എന്റെ ടോട്ടൽ സിസ്റ്റവും ഡാമേജ് ആവും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. വേൾപൂൾ ആഴമായിട്ട് ചെന്നാൽ വീക്കായി മാറും. സൂപ്പർ സ്പീഡോ, വേഗം ആഴത്തിലേക്ക് ചെല്ല്. അതിനിടയ്ക്ക് വാട്ടർ എക്സ് എങ്ങോട്ടാ പോയത്? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു പ്രാവശ്യം താഴ്ചെന്ന് നോക്കാം. വാട്ടർ എക്സ് ഇവിടെ ഒന്നുമില്ലല്ലോ. ഇനി എന്ത് ചെയ്യും കീക്കോ? നമ്മൾ സൺസിറ്റിയിലെ റിവറിലാണ് വാട്ടർ എക്സിനെ ഫോളോ ചെയ്യുന്നത്. ഈ റിവർ നേരിട്ട് കടലിൽ ചെന്നാണ് മിക്സ് ആവുന്നത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സൂപ്പർ സ്പീഡോ? മനസ്സിലായി ബഡി. വാട്ടർ എക്സ് ഇപ്പോൾ കടലിനകത്ത് പോയി കാണുമല്ലേ? ഇത്രയും വലിയ കടലിൽ വാട്ടർ എക്സിനെ നമ്മൾ എങ്ങനെ തേടി കണ്ടെത്തും? സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 110. ഓൾ റൈറ്റ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 110. സിഗ്നൽ ഒരു അല്പം മുന്നിൽ നിന്നാണ് വരുന്നത്. എങ്കിൽ പിന്നെ ഉടൻ തന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലണം. ഇതൊരു മോൺസ്റ്റർ വേവ് ആണല്ലോ. ഒരു വാൾ പോലെയാണ് വരുന്നത്. തീർച്ചയായും വാട്ടർ എക്സ് ഈ വേവിന് പുറകിലുണ്ടാവും. പക്ഷേ ഇത് അതിഭയങ്കര വേവ് ആണ്. ഇത് ക്രോസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും ദൂരം നിന്റെ കോൺഫിഡൻസ് ആണ് കൊണ്ടെത്തിച്ചത്. പക്ഷേ ആർക്കും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 47. ഓക്കെ ബഡി. കീക്കോ, എന്റെ സിസ്റ്റം ഡാമേജ് ആകുമെന്നാണ് തോന്നുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. Quick, formula number 123. All right, Kiko, activating formula 123. ആ കൊച്ചു ചെക്കൻ എന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു തോന്നുന്നു. വെള്ളം മൊത്തം ഞാൻ അങ്ങ് നശിപ്പിക്കും. വാട്ടർ എക്സ് തൊട്ടതെല്ലാം അതിഭയങ്കര പ്രശ്നത്തിൽ കലാശിക്കും. ഒരുപാട് ധൃതി വെക്കല്ലേ. നമ്മുടെ ഫൈറ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ശരി, നിനക്ക് ഞാനിപ്പോ ഒരു നല്ല പാഠം പഠിപ്പിച്ചു തരാം. സൺസിറ്റിയെ രക്ഷപ്പെടുത്താൻ വന്നതല്ലേ, ആദ്യം നീ രക്ഷപ്പെടാൻ നോക്ക്. വെള്ളം മൊത്തം ഞാൻ നശിപ്പിച്ചിരിക്കും. വാട്ടർ എക്സ് തൊട്ടതെല്ലാം അതിഭയങ്കര പ്രശ്നത്തിൽ കലാശിക്കും. വെള്ളം പെട്ടെന്ന് ഇങ്ങനെ ആയല്ലോ. ശരിയാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം മൊത്തം ബാക്ടീരിയ. അതെ അതെ, ഇത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ശരിയാണ്.
ഇതിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ആ വെള്ളം എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ഇത് തന്നെ അങ്ങ് കുടിക്കാൻ പോവാ. വേണ്ട ഡോഡോ, കീക്കോ നമുക്ക് വേണ്ടി സൺസിറ്റിക്ക് വേണ്ടിയും വാട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ആന്റിഡോട്ട് എടുത്തോണ്ട് വരും. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ തിരിച്ചു വന്നില്ലെങ്കിലോ? കീക്കോ എത്രയും പെട്ടെന്ന് ആന്റിഡോട്ടുമായിട്ട് ഇവിടെ തിരിച്ചെത്തും. കാരണം അവൻ റൈറ്റ് ആണ്. റോങ്ങിന് ഒരിക്കലും റൈറ്റിനെ തോൽപ്പിക്കാനാവില്ല. നമ്മുടെ കാര്യം ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ പേഷ്യൻസ്. എന്റെ ടോട്ടൽ സിസ്റ്റം കുറച്ചായിട്ട് നശിക്കാൻ പോവുകയാണ്. ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിനിപ്പോ ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഫോർമുല നമ്പർ 12. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 12. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ബഡി? യെസ് ബ്രോ, ഐ ആം ഓൾറൈറ്റ്. നിന്റെ കളി ഇതോടെ അവസാനിച്ചു വാട്ടർ എക്സ്. മര്യാദയ്ക്ക് ആന്റിഡോട്ട് എനിക്ക് തിരിച്ചു തരുന്നതാ നല്ലത്. എടാ കൊച്ചു ചെക്ക, നീ എന്നെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാന്ന് കരുതിയല്ലേ? എന്ത് സംഭവിച്ചാലും എന്റെ ആന്റിഡോട്ട് വിട്ടു തരില്ല ഞാൻ. വാവ് കീക്കോ, ആന്റിഡോട്ടിന്റെ ബോട്ടിൽ വളരെ സേഫ് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. താങ്ക് യു സൂപ്പർ സ്പീഡോ. ചിലപ്പോഴൊക്കെ കിക്ക് മറ്റുള്ളവരെ തല്ലാൻ മാത്രമല്ല രക്ഷിക്കാനും യൂസ് ചെയ്യാറുണ്ട്. പവർ പോലെ ശ്രദ്ധയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യു ആർ റൈറ്റ് ബഡി, യു ആർ എ സ്റ്റാർ. ഇനി നമ്മൾ തമ്മിൽ തല്ലുകൂടിയിട്ട് കാര്യമൊന്നുമില്ല വാട്ടർ എക്സ്. ആന്റിഡോട്ട് ഇപ്പൊ എന്റെ കയ്യിലാണുള്ളത്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ആ ആന്റിഡോട്ടിൽ ടൈമർ ഫിക്സ് ചെയ്തിരിക്കുക. അത് ആ ആന്റിഡോട്ടിനെ അടുത്ത 2 മിനിറ്റിൽ ഡിസ്ട്രക്ട് ചെയ്തിരിക്കും. പിന്നെ സൺ സിറ്റിയിൽ കുടിക്കാനും വെള്ളമുണ്ടാവില്ല, കുളിക്കാനും വെള്ളമുണ്ടാകില്ല. വെള്ളം മൊത്തം ഞാൻ നശിപ്പിച്ച് അടങ്ങൂ. വാട്ടർ എക്സ് തൊട്ടതെല്ലാം അതിഭയങ്കര പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കും. സൂപ്പർ സ്പീഡോ, നമ്മൾ എങ്ങനെയെങ്കിലും ഈ ആന്റിഡോട്ട് സിറ്റിയിലുള്ള എല്ലാ വാട്ടർ സോഴ്സിലും സ്പ്രേ ചെയ്തേ പറ്റൂ. നിനക്കത് എങ്ങനെ സ്പ്രേ ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം നീ സൺ സിറ്റിനെ രക്ഷിക്കണം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 47. ഓക്കെ ബഡി. Super Speedo, activate formula number 110. All right, buddy. വേഗം സൺസിറ്റിയിലേക്ക് ചെല്ല്. എപ്പോഴും ക്രിമിനൽസ് പേടിച്ച് തന്റെ വിൻഡോസ് ഷട്ട് ചെയ്തു വെക്കും. പക്ഷെ ഈ മഹാ ഡിറ്റക്റ്റീവിനെ ഛട്ട്പട്ട് എന്ന് പറയാം. അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ വാട്ടർ എക്സിനെ തെരഞ്ഞ തെറ്റായ ഡയറക്ഷൻ ആണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നത്. മിണ്ടാതിരിക്കൂ. നമ്മൾ ഏത് ഡയറക്ഷനിൽ പോയാലും ശരി, ആ ഡയറക്ഷൻ തന്നെ ശരിയാകും. ഇത് കണ്ടോ? ഇവൻ തോറ്റതിന് ശേഷവും എന്തിനാണ് ഇങ്ങനെ വീണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവന്റെ ചിരി കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ജയിച്ചാലും നിങ്ങൾ എല്ലാവരും തോറ്റുപോകും. എന്റെ ബാക്ടീരിയ കാരണം നിങ്ങൾ എല്ലാവർക്കും പലവിധ രോഗങ്ങളും ഉണ്ടാകും. ശരിയടാ, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഈ വെള്ളത്തിനെ ശരിയാക്കാനുള്ള ആന്റിഡോട്ട് ഇനിയും കറക്റ്റ് ആയിട്ട്, അതായത് 60 സെക്കൻഡിൽ സെൽഫ് ഡിസ്ട്രക്ട് ആയി പോകും.
അയ്യോ അയ്യോ ഇനിയിപ്പോ നമ്മുടെ കാര്യം എന്താവും? 60 സെക്കൻഡ്സിൽ മുഴുവൻ സൺസിറ്റിയിലും എങ്ങനെയാ ഈ ആന്റിറ്റോഡ് സ്പ്രിങ്കിൾ ചെയ്യുന്നത്? ഈഷ്, മമ്മി രക്ഷിക്കണേ. ഹോ, 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 ഹോ. ഡോണ്ട് വറി ടെമ്പോ അണ്ണ, ഞാൻ ഇപ്പൊ തന്നെ സൂപ്പർ സ്പീഡോയുടെ സഹായത്തോടെ ഞാൻ ഈ ആന്റിഡോട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്യാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ഒരുത്തനും അതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല, മനസ്സിലായോ? കലക്കി സാർ, എന്തൊരു പോയിന്റാ പറഞ്ഞിരിക്കുന്നേ. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സാർ. എന്താ ഈ പറഞ്ഞു വരുന്നേ സാർ? ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു കീക്കോ. നീ കാരണം എനിക്ക് ടൈമിന് ട്രീറ്റ്മെന്റ് കിട്ടിയത്. ഞാനിപ്പോ ഓക്കെയാണ്. സൺസിറ്റിന്റെ വെള്ളത്തിന്റെ കളർ മാറിക്കഴിഞ്ഞു. എസ് കീക്കോ, നീ വീണ്ടും ഒരു കാര്യം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് ഒരിക്കലും റോങ്ങിന്റെ മുമ്പിൽ തോൽക്കില്ല. അതിനെക്കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ യു ആർ